ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ തസ്തികയിലെ 2 ഒഴിവുകളിലേക്ക് പ്രതിമാസം 25,000 രൂപ ഏകീകൃത ശമ്പളത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. MSc നഴ്സിംഗ് യോഗ്യതയും KNMC പെർമനന്റ് രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. സർക്കാർ അല്ലെങ്കിൽ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും MSc നഴ്സിംഗ് വിജയകരമായി പഠനം പൂർത്തിയാക്കിയിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അസൽ സർട്ടിഫിക്കറ്റുകൾ, SLC, +2, UG, PG മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ, പാൻ, വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഫെബ്രുവരി 21 രാവിലെ 11 മണിക്ക് വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറി, ഫാർമസി വിഭാഗങ്ങളിലേക്ക് 1 വർഷ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെയാണ്. ആദ്യം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത +2 സയൻസ് ആണ്. അടുത്തത് മോർച്ചറി അറ്റൻഡർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് ആണ്. അടുത്തത് സെക്യൂരിറ്റി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത വിമുക്ത പഠനമായിരിക്കണം. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ടാലി, DCE അംഗീകൃത സർവകലാശാലകളിൽ നിന്നും പഠനം പൂർത്തീകരിച്ചവർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MHA അല്ലെങ്കിൽ റെഗുലർ കോഴ്സാണ്. അടുത്തത് ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് സമാന മേഖലയിലുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഹെവി ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം. അടുത്തത് ECG ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് VHSC, ECG, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ ആണ്. അടുത്തത് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BPharm അല്ലെങ്കിൽ DPharm അല്ലെങ്കിൽ PharmD, കൂടാതെ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്തത് ക്ലർക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 1 ഒഴിവാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ടാലിയും DCEയും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് മുമ്പ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികളിൽ 46 അപ്രൻറ്റീസ് നഴ്സ്, 1 പാരാമെഡിക്കൽ അപ്രൻറ്റീസ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്രൻറ്റീസ് നഴ്സ് തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുള്ളത്. BSc നഴ്സിംഗ് യോഗ്യതയുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും പരിഗണിച്ച ശേഷമേ ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. പാരാമെഡിക്കൽ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച മെഡിക്കൽ കോഴ്സ് പാസ്സായിരിക്കണം. 21-നും 35-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷമാണ് പരിശീലന കാലാവധി വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശ്ശൂർ 680003 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 25 വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ തോളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡയാലിസിസ് പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, ഡയാലിസിസ് നഴ്സ് തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്.
സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിച്ച കുറഞ്ഞത് 2 വർഷം പ്രവൃത്തി പരിചയമുള്ള കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് മുമ്പ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ നേരിട്ടോ അല്ലെങ്കിൽ bphc.tolur@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കണം. തുടർന്ന് ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 2 മണിക്ക് CHC കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാർ വേതനാടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവരും കാത്തലാബ് അല്ലെങ്കിൽ ICUവിൽ പ്രവൃത്തി പരിചയമുള്ളവരുമായിരിക്കണം. കൂടാതെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് കേരളയിൽ സ്ഥിര രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഫെബ്രുവരി 24 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDSന് കീഴിൽ CSST ടെക്നീഷ്യൻ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. SSLC വിജയവും NTC ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് അല്ലെങ്കിൽ മെഡിക്കൽ ഇലക്ട്രോണിക് ടെക്നോളജി അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള CSR ടെക്നോളജിയിലെ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അഭിമുഖം നടക്കുന്നത് ഫെബ്രുവരി 24 രാവിലെ 10:30 താല്പര്യമുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അരമണിക്കൂർ മുമ്പായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.